എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ നിഖിൽ. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഐഫോണും ആൻഡ്രോയിഡും ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അതായത് ഒരു ഐഫോൺ ഉപയോഗിക്കുന്ന ആളുടെ കയ്യിൽ എന്തായാലും മറ്റൊരു ഫോൺ, അത് മിക്കവാറും ആൻഡ്രോയിഡ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ട് ഫോണും ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? പലതരത്തിലുള്ള ട്രാക്കറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും എല്ലാം ഫോണുകൾ ട്രാക്ക് ചെയ്യാനുള്ള പല ആപ്ലിക്കേഷനുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോൺ ട്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ iCloud.com എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഏത് ഫോണാണോ അല്ലെങ്കിൽ ഏത് ഡിവൈസ് ആണോ ട്രാക്ക് ചെയ്യേണ്ടത് ആ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് ട്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് iCloud.com എന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കാറില്ല. കാരണം നിങ്ങളുടെ ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും മിക്കവാറും ആളുകൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ ഐഫോണും അതുപോലെ തന്നെ മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളും അത് ഇപ്പോഴും എവിടെയാണോ ഉള്ളത് ആ സ്ഥലം കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആപ്ലിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് ഇനി മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കാരണം അപ്പോൾ മാത്രമാണ് എനിക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ അതിൻ്റെ ഗുണനിലവാരം കൂട്ടുവാനും അല്ലെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുമ്പോഴോ ആണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂട്ടുകാർ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിലുമേറെ ഷെയർ ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഗുണം വരുന്നത്. കാരണം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മറ്റൊരു കൂട്ടുകാരന് കൂടി ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്കിനി ആപ്ലിക്കേഷനിലേക്ക് കടക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും നിങ്ങൾക്ക് നിത്യേന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും വീഡിയോകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വീഡിയോയ്ക്ക് താഴെയായി നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്ന ഗെറ്റ് നോട്ടിഫൈഡ് അബൌട്ട് എവരി ന്യൂ വീഡിയോ ഫ്രം ദിസ് ചാനൽ എന്നതിന് സമീപമുള്ള ടേൺ ഓൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. തുടർന്ന് ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു. തുടർന്ന് നിങ്ങൾക്ക് ഓരോ വീഡിയോയും മിസ്സാവാതെ കാണാനുള്ള അവസരം ലഭിക്കുന്നു. XFY ലൊക്കേറ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ iOS, ആൻഡ്രോയിഡ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ ഐഫോണിൻ്റെ ആണ് ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐഫോണിൻ്റെ ഐഡിയും അതുപോലെ തന്നെ iCloud പാസ്വേഡും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇത് ഭാവിയിലേക്ക് വേണമെങ്കിൽ ഇവിടെ സേവ് ചെയ്ത് കൊടുക്കാം, അതിനൊരു പേരും കൊടുക്കാം. എൻ്റെ മാക്ബുക്ക് ഞാൻ ഈ അഡ്രസ്സിലാണ് സേവ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മാക് എന്ന് കൊടുത്തു, എനിക്ക് ഭാവിയിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ശേഷം ഞാൻ സൈൻ ഇൻ എന്ന് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എവിടെയാണ് എൻ്റെ മാക്ബുക്ക് ഇരിക്കുന്നതെന്ന്. നിങ്ങൾക്ക് അവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും, നിഖിൽസ് മാക്ബുക്ക് പ്രോ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ ഐഫോണിൻ്റെ സെറ്റപ്പ്. ശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഗൗട്ട് എന്ന് കൊടുക്കുക. കൊടുത്ത് പിന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ ആൻഡ്രോയിഡ് എന്നാണ്. ഇവിടെ നിങ്ങളോട് ആൻഡ്രോയിഡിന്റെ ഇമെയിലും പിൻ നമ്പറാണ് ചോദിക്കുന്നത്. ഇത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ കൊടുത്തിട്ടുള്ള ജിമെയിൽ ഐഡിയുടെ പാസ്വേഡ് അല്ല. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഹെൽപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ടു ലൊക്കേറ്റ് ആൻ ആൻഡ്രോയിഡ് ഡിവൈസ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ സാധിക്കും, XFI എൻഡ് പോയിന്റ്. ഇതേ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ വെക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്ലേ സ്റ്റോറിലേക്കായിരിക്കും എത്തിച്ചേരുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയി. ശേഷം നിങ്ങൾ ഓപ്പൺ എന്ന് കൊടുക്കുക. ഓപ്പൺ എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഇമെയിൽ, അതുപോലെ പിൻ നമ്പർ, ശേഷം ഡിവൈസ് നെയിം, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഹാവ് നോ അക്കൗണ്ട് യെറ്റ് രജിസ്റ്റർ ഹിയർ എന്ന് കാണുന്നുണ്ട്. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ ഒരു ഇമെയിൽ ID ഇവിടെ കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ മറ്റൊരാളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെയോ മകളുടെയോ മകൻ്റെയോ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരിക്കലും ആ ഫോണിൻ്റെ ഇമെയിൽ ID ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID തന്നെ കൊടുത്ത ശേഷം പിൻ നമ്പർ എന്തെങ്കിലും എൻ്റർ ചെയ്യുക. മിനിമം 6 അക്ഷരമുള്ളത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 6 അക്ഷരമുള്ള പിൻ നമ്പർ നിങ്ങൾ കൊടുത്ത ശേഷം നിങ്ങൾ രജിസ്റ്റർ എന്ന് കൊടുക്കുക. ഇപ്പോൾ ദിസ് ഡിവൈസ് ഈസ് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ആപ്ലിക്കേഷനിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് ഇതുപോലെ iOS, ആൻഡ്രോയിഡ് എന്ന് കാണാൻ സാധിക്കും. ആൻഡ്രോയിഡിൻ്റെ അവിടെ നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ID ഏതാണോ ആ ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെ കൊടുത്ത പാസ്വേഡ് ഏതാണോ അല്ലെങ്കിൽ അവിടെ കൊടുത്ത പിൻ നമ്പർ ഏതാണോ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് സേവ് ലോഗിൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സേവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ഓരോ തവണയും നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാക് എന്ന് കാണാൻ സാധിക്കും. ഇത് ഞാൻ നേരത്തെ സേവ് ചെയ്തതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ സോണി എന്ന് പറഞ്ഞുകൊണ്ട് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശേഷം സൈൻ എന്ന് കൊടുക്കുക. സൈൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇതുപോലെ GPS നോക്കുക. സോണി D6683 എന്നായിരുന്നു ആ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ എവിടെയാണോ ഉള്ളത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ്, എൻ്റെ കയ്യിൽ തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ആരുടെ ഫോൺ വേണമെങ്കിലും ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു ചെറിയ ഒരു ആപ്ലിക്കേഷനാണ്, അത്ര പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽ വരാത്ത ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഏതൊരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഫോൺ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇത് കൂട്ടുകാർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഏതെങ്കിലും കൂട്ടുകാർ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്പെടുന്ന പോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഉപകാരപ്പെടട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.